ഞാൻ അതിനൊന്നുമല്ല വന്നത്. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ച് വന്നതാ. ആ സ്ത്രീയാണോ ഈ തളച്ചി? നിന്റെ അമ്മയമ്മല്ലേ? നിനക്ക് അങ്ങനെ തന്നെ കാണോടാ. ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? ബെറ്റി. സ്വീറ്റ് നെയിം. കേട്ടോ ബെറ്റി? ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാമോ? പിന്നെന്താ, വിത്ത് പ്ലഷർ. തനിക്ക് ഇയാളെ അങ്ങോട്ട് മാറ്റിയെടുത്ത് കുളിപ്പിച്ചു വിടറോ. ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. അയാൾ ആ സെറ്റ് അയച്ച് കാസറ്റ് ഇവിടെ കൊണ്ടു തരുന്നത് വരെ തന്നെ വിടുന്ന പ്രശ്നമില്ല. ദൈവമേ, അയാളെ കാസ്റ്റായിട്ട് പെണ്ണും വരല്ലേ? എന്താ പറഞ്ഞേ? അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ. ആത്മാർത്ഥമില്ല. സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല ഉസ്താദ് അലവലാദ് ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചു. ഹോ, ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? വേറെ നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. നിന്റെ അച്ഛൻ അച്ഛൻ? ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തക്കുമെന്ന്. എന്താ ഉണ്ടായത്? എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഞാൻ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ.